താൻ എന്താടോ ഈ കാണിക്കുന്നത്? കണ്ണൻ്റെ ചോദ്യം കേട്ടാണ് സീത മുഖമുയർത്തി നോക്കിയത്. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു. വളരെ ആയാസപ്പെട്ടാണ് കണ്ണൻ എഴുന്നേറ്റത്. സീത കയ്യിലുള്ള ടവൽ മേശയിൽ വെച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ കൈ ചേർത്ത് നോക്കി. അവളുടെ കൈയിൻ്റെ തണുപ്പിൽ കണ്ണന് ഉടലാകെ ഒരു കുളിരനുഭവപ്പെട്ടു. പനി നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആശ്വാസം അവളുടെ മുഖത്തുമുണ്ട്. വെള്ളം വേണോ? അവളെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ണനോട് സീത അലവോടെ ചോദിച്ചു. വേണമെന്നവൻ തലയാട്ടി. ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ആശ്വാസം തോന്നുന്നുണ്ടോ? അവൻ നീട്ടിയ ഗ്ലാസ് തിരികെ വാങ്ങുമ്പോൾ സീത ചോദിച്ചു. കണ്ണൻ അതേന്ന് തല കുലുക്കി. അവളുടെ പ്രവൃത്തി അത്രമേൽ അവൻ്റെ ഹൃദയത്തിൽ കൊളുത്തിപ്പിടിച്ചു പോയിരുന്നു. അന്ന് വരെയും ഉള്ളിലുണ്ടായിരുന്ന ഒറ്റപ്പെടലിൻ്റെ നോവുകൾക്ക് മേൽ സീത മരുന്ന് പുരട്ടിയിരിക്കുന്നു. സ്നേഹമെന്നല്ലാതെ അതിനെന്ത് പേരാണ് കൊടുക്കേണ്ടത്? നല്ല പനിയുണ്ടായിരുന്നു. സീത അവനരികിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു. തനിക്കത് ബുദ്ധിമുട്ടായല്ലേ? റിയലി സോറി. എനിക്കൊരു ജലദോഷം വന്നാലും ഇങ്ങനെയാണ്. പനി അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തും. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. കണ്ണൻ ക്ഷമാപണം പോലെ പറഞ്ഞത് കേട്ട് സീതയുടെ മുഖം കൂർത്തു. എനിക്ക് ബുദ്ധിമുട്ടായെന്ന് ഞാൻ എപ്പോഴാണ് കിണ്ണനോട് പറഞ്ഞത്? അവളിലെ കുറുമ്പുകാരി ലഹള കുരുങ്ങി. വീട്ടിൽ പോവാഞ്ഞതെന്തേ? കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സമയമായില്ലല്ലോ, ഇനി ഇപ്പോൾ പോവാം. കിണ്ണൻ എഴുന്നേൽക്കാൻ കാത്തു നിന്നതാ. സീതയത് പറയുമ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്ക് നീണ്ടു. അവൻ്റെ നോട്ടം കണ്ടിട്ട് സീതയുടെ കണ്ണുകളും അതിനെ പിന്തുടർന്നു. അയ്യോ! അവൾ അറിയാതെ ശബ്ദമുയർന്നു. കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സമയം താൻ ഇതിനകത്തായിരുന്നോ? അവൾക്ക് തന്നെ അതിശയം തോന്നി. സീത ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട് നന്നായി കനം തുടങ്ങിയിരിക്കുന്നു. കണ്ണൻ്റെ അവശത നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി. സീതയെ അവനെ തുറച്ചു നോക്കി. ഇനി എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് എന്താ കാര്യം ദുർഗാലക്ഷ്മി? ഞാൻ പിടിച്ചു വെച്ചതൊന്നുമല്ലല്ലോ. കണ്ണൻ അവൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. സീതയെ അവനിൽ നിന്നും നോട്ടം മാറ്റി. ഇയാൾക്ക് തീരെ വയ്യായിരുന്നു. ആ അവസ്ഥയിലിട്ടിട്ട് പോവാൻ തോന്നിയില്ല. സീത പതിയെ പറഞ്ഞു. അതെന്താടോ അങ്ങനെ? എന്നെ വിട്ടിട്ട് പോകുമ്പോൾ തനിക്ക് മാത്രം വേദനിക്കുന്നത്? അതുവരെയും പനിച്ചു വിറച്ച് കിടന്നവൻ്റെ അവശത പോലുമില്ലാതെ കണ്ണൻ ചോദിച്ചു. ഏറെ കുതിച്ചതെന്തോ കേൾക്കാനുള്ള ആകാംക്ഷയോടെ. പ്രതീക്ഷയോടെ ഇരിക്കുന്നവൻ്റെ നേരെ നോക്കാൻ അവൾക്കൊരു പ്രയാസം തോന്നി. എഴുന്നേറ്റ് മേൽക്കഴുകി വന്നോളൂ, കുറച്ചുകൂടി ആശ്വാസം കിട്ടും, സീത പതിയെ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്താളാം. ഇപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയടോ. ഇത്രയും ആത്മാർത്ഥതയോടെ എന്നെ ശുശ്രൂഷിക്കാൻ സീതാലക്ഷ്മിക്ക് ആരാണ് കിരൺ വർമ്മ? വിടാനുള്ള ഭാവമില്ലായിരുന്നു കണ്ണനും. സീത പതറിക്കൊണ്ട് അവനെ നോക്കി. എൻ്റെ സ്വന്തക്കാർക്ക് പോലും തോന്നാത്ത എന്ത് സ്നേഹമാണ് തനിക്ക് എന്നോട്? ഒന്ന് പറഞ്ഞതാടോ. ഉത്തരം കേൾക്കാൻ അവനുള്ളിൽ വല്ലാത്തൊരു കൊതിയുള്ളതുപോലെ. ഞാൻ ഒരിക്കലും മറക്കാത്ത അപമാനത്തിൻ്റെ നീറ്റലിൽ നിന്നും 2 തവണ ഇയാൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. മരണം കൊണ്ടല്ലാതെ ഞാനത് മറക്കില്ല. തൻ്റെ മറുപടി അവനെ വേദനിപ്പിക്കുമോ എന്ന സീതയുടെ ആശങ്ക പോലും തോൽപ്പിക്കാൻ പാകത്തിന് മനോഹരമായൊരു ചിരി കണ്ണനിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. കാരണം സ്നേഹമെന്നാൽ പരിഗണന കൂടിയാണെന്ന് അവനറിയാം. ദയവായി മറ്റൊരർത്ഥത്തിൽ അതിനെ ചേർത്ത് വെക്കരുത്. അപേക്ഷയാണ് എന്ന പോലെ സീതയെ അവനെ നോക്കി. താൻ ഇനി എങ്ങനെ പോകും ദുർഗാലക്ഷ്മി? ഇരുട്ടായി. ആ പറഞ്ഞത് ശ്രദ്ധിക്കാത്തതുപോലെ കണ്ണൻ വീണ്ടും ചോദിച്ചു. അതൊന്നും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട്. അവൾ നിസ്സാരമാക്കാൻ ശ്രമിച്ചു. ഈ നേരത്തോ? അത് ശരിയാവില്ല, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. കുഴപ്പമില്ലാന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട്. അത് മുന്നേയല്ലേ, ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോഴെന്താ, എനിക്ക് കൊമ്പുണ്ടോ? വീണ്ടും അവൾക്ക് ദേഷ്യം വന്നിരുന്നു. കൊമ്പ് മാത്രമല്ലല്ലോ, ഈ ദുർഗാലക്ഷ്മിക്ക് ഇപ്പോൾ കുന്തത്തിൻ്റെ കുറവ് കൂടിയുണ്ട്. താനൊരു 5 മിനിറ്റ് കാത്തു നിൽക്ക്, ഞാൻ കൊണ്ടുവിട്ടേക്കാം. കണ്ണൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചെറിയൊരു മഴച്ചാറ്റൽ കൊണ്ടതിന് ഇത്ര നന്നായി പനിച്ച് ബിൽഡപ്പ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു ഡോക്ടർ കിരൺ വർമ്മയ്ക്ക്. സീതയെ അവനെ കളിയാക്കി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയാണ്. എന്തൊക്കെയായിരുന്നു ഇതിനകത്തെ ബഹളം? എനിക്ക് ആരുമില്ലേ? എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നേ. സീതാലക്ഷ്മി, നീ ഒന്നെൻ്റെ അരികിലിരിക്കുമോ? അവൻ പറഞ്ഞതുപോലെ ഭാവാഭിനയത്തോടെയാണ് അവളുടെ പറച്ചിലും. ആ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ അത്രയും നേരം ഞാൻ ഇതിനകത്ത് പനിച്ച് വിറച്ച് കിടന്നിട്ടും ആരും അന്വേഷിച്ച് വരാഞ്ഞത്. അവൻ അതേ ചിരിയോടെ തന്നെ പറഞ്ഞിട്ടും സീതയുടെ മുഖം വലിഞ്ഞു മുറുകി. ഒപ്പം നിന്നിട്ട് ചതിക്കുന്നവർ സ്നേഹം കാണിച്ച് വരുമെന്ന് കരുതാൻ മാത്രം വിഡ്ഢിയാണോ ഈ കിണ്ണൻ?
അതിലെനിക്ക് പരാതിയുണ്ടെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ സീതാലക്ഷ്മി. ആരും തേടി വരണ്ട എന്നെ, നീ വന്നല്ലോ, അത് മതി, അത് മാത്രം മതി. വീണ്ടും അവൻ്റെ കണ്ണുകളിൽ പ്രണയം പൂത്തു. അവളത് മനഃപൂർവ്വം അവഗണിച്ചു. എൻ്റെ മനസ്സിൽ. സീത പറഞ്ഞു തുടങ്ങും മുന്നേ കണ്ണൻ കൈയുയർത്തി അവളെ തടഞ്ഞു. നിന്റെ മനസ്സിലെന്താണെന്ന് തൽക്കാലം എനിക്കറിയണ്ട സീതാലക്ഷ്മി. എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തനിക്ക് വ്യക്തമാക്കുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം തനിക്കത് മനസ്സിലായിട്ടുണ്ടെന്ന്. പിന്നെന്തിനാണ് ഈ ഒഴിഞ്ഞു മാറുന്നത്? പരിഭവമോ പരാതിയോ അല്ലായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തുറന്നു പറച്ചിലാണ്. സീത പിടച്ചിലോടെ അവനെ നോക്കി. ആ കണ്ണിൽ പൂത്തു നിൽക്കുന്ന വസന്തമത്രയും അവൻ്റെ പ്രണയം പൂവിട്ടതാണ്. ഒരാൾക്കും അവഗണിക്കാൻ സാധിക്കാത്തത്രയും സ്നേഹമാണവൻ വെച്ചു നീട്ടുന്നതും. അവൻ പറഞ്ഞതുപോലെ ആ സ്നേഹവും കരുതലും അറിയാനായിട്ടുണ്ട്. അത് മനസ്സിനെ പിടിച്ചുലച്ച് കളഞ്ഞിട്ടുമുണ്ട്. മുത്തശ്ശിയുടെ കിണ്ണനോട് മറ്റാരോടും തോന്നാത്തൊരിഷ്ടം സീതാലക്ഷ്മിയിൽ മുള പൊട്ടിയിരിക്കുന്നു. വേനലിൽ കരിഞ്ഞുണങ്ങിപ്പോയ പ്രതീക്ഷകൾക്ക് മേൽ തണലാവാമെന്നൊരുത്തൻ സ്നേഹം വെച്ച് നീട്ടി കൊതിപ്പിച്ചിട്ട് വാഗ്ദാനം ചെയ്യുന്നു. ധന്യമായേക്കാവുന്ന ജീവിത സന്ദർഭം. പക്ഷേ സീതാലക്ഷ്മിക്ക് ഒരിക്കലും അത് സ്വീകരിക്കാനാവില്ലല്ലോ. അവൾക്ക് മുന്നിലെ ജീവിതം കുറേ കൂടി മെച്ചപ്പെടാനുണ്ട്. അവനെപ്പോലൊരാളെ മോഹിക്കണമെങ്കിൽ അത് സ്വയം തിരിച്ചറിയാനാവും എന്നത് തന്നെയാണ് സീതാലക്ഷ്മിയുടെ ഏറ്റവും വലിയ യോഗ്യതയും. താനെന്താടോ മിണ്ടാത്തത്? അവളുടെ മൗനം അസഹ്യമായപ്പോഴാണ് കണ്ണൻ വീണ്ടും ചോദിച്ചത്. മുത്തശ്ശിയുടെ കിണ്ണന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിശമായ ആഗ്രഹങ്ങളെയും കൂട്ടിപ്പിടിച്ച് ജീവിക്കുന്നത്. സീത അവനെ നോക്കി ചിരിച്ചു. നിനക്ക് എന്നെയോ എനിക്ക് നിന്നെയോ പൂർണ്ണമായും അറിയില്ലായിരിക്കും സീതാലക്ഷ്മി. അല്ലെങ്കിലും ആർക്കാണ് ഒരാളെക്കുറിച്ച് എല്ലാം അറിയാവുന്നത്? അവൻ അവളെ നോക്കി. അങ്ങനെ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്ത ആഗ്രഹമുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്കണം. ഒരുപാട് മോഹിച്ചിട്ട് ഒടുവിൽ അതിൻ്റെ പഴി കൂടി എനിക്ക് ഏറ്റെടുക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇപ്പോൾ തന്നെ ആഗ്രഹിക്കാത്ത പല പേരുകളുടെയും ഭാരവും പേറിയാണ് എൻ്റെ യാത്ര. നേരിയ ഒരു ചിരിയോടെയാണ് അവളത് പറഞ്ഞതെങ്കിലും അതിനുള്ളിൽ ഒളിപ്പിച്ച് പിടിച്ച നോവിൻ്റെ മുള്ളുകൾ അത്രയും അവനുള്ളിലാണ് തറച്ചു കയറിയത്. എന്നും ഒരാൾ ഒരേ അവസ്ഥയിലായിരിക്കുമെന്ന് വിചാരിക്കലേടോ. ഇതെല്ലാം മാറും. സന്തോഷം നിറഞ്ഞൊരു ജീവിതം തനിക്കുണ്ടാകും സീതാലക്ഷ്മി. സീതയൊരു നിമിഷം അവൻ്റെ നേരെ നോക്കി. ഹൃദ്യമായൊരു ചിരിയുണ്ട് അവനിൽ. അവൾക്കുള്ളിലെ മുറിവിൽ നിന്നും വീണ്ടും ചോര കിനിഞ്ഞു. വേണ്ട, സീതാലക്ഷ്മിക്ക് ഇത്തരം വില കുറഞ്ഞ വികാരപ്രകടനങ്ങളൊന്നും തന്നെ വേണ്ട. സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ? അവൾക്ക് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ പിടിച്ചു നിൽക്കാനുമാകും. അങ്ങനെ ഈ കിണ്ണൻ്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല. സീത അവൾക്ക് തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്ന തിരക്കിലാണ്. ആ മുഖത്ത് നിമിഷങ്ങൾ കൊണ്ട് മിന്നിമായുന്ന ഭാവങ്ങളിലാണ് കണ്ണൻ്റെ ശ്രദ്ധ മുഴുവനും. കിണ്ണൻ എഴുന്നേറ്റ് മേല് കഴുകി വരുന്നുണ്ടോ? എനിക്ക് പോണം. ഇടയിലെപ്പോഴോ അവനുമായി നോട്ടമിടഞ്ഞപ്പോൾ സീത വെറുതെ ദേഷ്യം കാണിച്ചു. സീതാലക്ഷ്മി വീണ്ടും ദുർഗാലക്ഷ്മി ആയല്ലോ. അവൻ കുസൃതിയോടെ അവളെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. കുളിച്ചിട്ട് വരാം. കണ്ണൻ ബാത്റൂമിൻ്റെ നേരെ ചെന്നു. തല കുളിക്കേണ്ട, പനി പോയിട്ടൊന്നുമില്ല. പിന്നിൽ നിന്നും സീത വിളിച്ചു പറഞ്ഞു. ഓക്കേ. അവൾക്ക് നേരെ കൈവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ അകത്ത് കയറി വാതിലടച്ചു. 10 മിനിറ്റ് കൊണ്ട് അവൻ മേൽ കഴുകി ഇറങ്ങിയപ്പോഴേക്കും കിടക്കവിരിയെല്ലാം മാറ്റി സീത അവിടെ വൃത്തിയാക്കിയിരുന്നു. അവൻ്റെ മുഖം വിടർന്നു. ഇനി ഞാൻ പോവാണ്. അവനെ കാത്താണ് നിന്നതെന്ന പോലെ വാതിൽ തുറന്നു കണ്ണനിറങ്ങിയതും സീത പറഞ്ഞു. നിൽക്ക്. ആദിയോ സിദ്ധുവോ വരും. അവരോടൊപ്പം പോയാൽ മതി. എനിക്ക് മാത്രമല്ല, തനിക്കും ഇപ്പോൾ ധാരാളം ശത്രുക്കളുണ്ട്. അത് മറക്കേണ്ട. എന്നെ കെണിയിൽപ്പെടുത്താൻ നിന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല അവർ. അവൻ്റെ മുഖം ഗൗരവത്തിലാണ് അത് പറയുമ്പോൾ. ആലോചിച്ചപ്പോൾ അത് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയ സീതയ്ക്ക്. സ്വന്തം ജീവനിൽ അത്ര കൊതിയൊന്നുമില്ല. പക്ഷേ അത് കാരണം കണ്ണനൊരു ദോഷവും വരരുത്. നിൻ്റെ ആ ഫ്രണ്ടില്ലേ, അയാളെ വിളിച്ചാലോ? കണ്ണൻ സീതയെ നോക്കി. ഹരി ഇന്ന് വെളുപ്പിന് പോയി. അവന് തിരുവനന്തപുരത്താണ് ജോലി. ആഴ്ചയിൽ ഒരിക്കലാണ് വരാറുള്ളത്. നിറഞ്ഞ ചിരിയോടെ സീത പറഞ്ഞു. കണ്ണനും അത് പറയുമ്പോൾ അവളിലുള്ള സന്തോഷത്തെ നോക്കി കാണുകയാണ്. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ വൈകുമെന്ന്? ഇല്ല, എൻ്റെ ഫോൺ. ബാക്കി പറയാതെ സീത വിഴുങ്ങി. ഇല്ലായ്മകൾ ആരെയും അറിയിക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നില്ല. കണ്ണൻ അതിന് മറുപടി പറയാതെ അലമാരയുടെ നേരെ തിരിഞ്ഞു. ഇട്ടിരുന്ന ഷർട്ട് ഉരിമാറ്റി വേറെയൊന്ന് വലിച്ചിട്ടു. സീത വേഗം തിരിഞ്ഞു നിന്നു. ഇയാൾക്കൊരു നാണവുമില്ലേ? അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞത് കണ്ണനും കേട്ടു. അവൻ ബട്ടൺ ഇട്ടുകൊണ്ട് അവളുടെ അരികിൽ വന്ന് നിന്നു. എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ? കുസൃതിയാണ് ആ മുഖം നിറയെ.
സീത അമ്പരപ്പോടെ തല കുലുക്കി. നീ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചായിരുന്നോ? ഞാൻ ബാത്റൂമിൽ വെച്ചാണ് അത് ശ്രദ്ധിച്ചത്. അവന് നേരെ സീതയുടെ കണ്ണുകൾ കൂർത്തു. സത്യം പറഞ്ഞു ദുർഗാലക്ഷ്മി, നീ എന്നെ എന്താണ് ചെയ്തത്? ഗൗരവത്തോടെയുള്ള അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ പകച്ചുപോയി. ഞാൻ ഞാൻ നനച്ചു തുടയ്ക്കാൻ വേണ്ടി. സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കണ്ണന് മുന്നിൽ അവളുടെ വാക്കുകൾ പതറി. അതിലെനിക്ക് നല്ല സംശയമുണ്ട്. ഞാനും നീയും മാത്രം ഈ മുറിയിൽ. ഞാനാണേൽ ബോധം കെട്ടതുപോലെ പനിച്ചു കിടക്കുന്നു. നിനക്കെന്നെ എന്തെല്ലാം ചെയ്യാം. അയ്യോ, എനിക്കിനി ആര് പെണ്ണു തരും? ഈ സീതാലക്ഷ്മി എന്നെ നശിപ്പിച്ചെന്ന് ഞാൻ ആരോട് പോയി പരാതി പറയും? സീതയ്ക്ക് അവൻ്റെ നടപ്പുറം നോക്കി ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. അമ്മാതിരി ആക്ട്. വേണ്ടാത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പല്ല് ഞാൻ കുഴിക്കും. കിണ്ണൻ അറിയില്ല എന്നെ. ഒന്ന് പനി പിടിച്ചപ്പോഴേക്കും ബോധം പോവാൻ ആദ്യം അങ്ങനെയൊരു സാധനം ഇയാൾ കൊണ്ടോ? അവന് നേരെ സീതയുടെ വിരലുകൾ നീണ്ടു. അവനാ വിരലിൽ പിടിച്ച് ഒറ്റ വലിയാണ്. സീത അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. 2 കൈയും കൊണ്ട് കണ്ണൻ അവളെ ലോക്ക് ചെയ്തു. എന്താ ഈ കാണിക്കുന്നേ? സീത അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി. അവൻ അല്പം പോലും പിടി അയച്ചില്ല. പകരം കൈകൾ ഒന്നുകൂടി മുറുക്കി. കണ്ണേട്ടാ വിട്ടേ, മാറിക്കേ. അവൾ വെപ്രാളത്തോടെ പിടഞ്ഞു. ആ വിളിയിൽ അവൻ്റെ മുഖം കൂടുതൽ തിളങ്ങി. അടങ്ങി നിൽക്കേണ്ട സീതാലക്ഷ്മി, ഞാനൊന്നും ചെയ്യില്ല. അവൻ്റെ ഹസ്കി വോയിസ് വളരെ പതിഞ്ഞു. സീതയുടെ കൈകൾ ദുർബലമായി. മുഖമുയർത്തിക്കൊണ്ടവൾ അവനെ നോക്കി. പ്രണയം പൂത്ത ആ കണ്ണുകൾ അത്രമേൽ അടുത്താണ്. അവളുടെ മുഖം നിറയെ വിയർപ്പ് പൊടിഞ്ഞു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. എൻ്റെയാണ്, അവൻ മന്ത്രിച്ചു. പ്രണയം തുടിക്കുന്ന വാക്കുകൾ. നേരിൽ കാണുന്നതിലും എത്രയോ മുന്നേ ഈ കിരൺ വർമ്മയുടെ നെഞ്ചിൽ പതിഞ്ഞു പോയതാണ് സീതാലക്ഷ്മി. തിരിച്ചിറങ്ങി പോവാമെന്ന് നീ എത്ര ആഗ്രഹിച്ചാലും എൻ്റെ മരണം കൊണ്ടല്ലാതെ നിനക്കത് കഴിയില്ലടോ. കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ദുർഗാലക്ഷ്മിയുടെ കൂടെ ഒരു ജീവിതം മോഹിക്കുന്നു. അവൻ്റെ ആ വെളിപ്പെടുത്തലിന് മുന്നിൽ സീത തീർത്തും തളർന്നു പോയി. ഇനി പറ, എൻ്റെ മരണം നീ കൊതിക്കുന്നുണ്ടോ? നിനക്കിനി ഇറങ്ങിപ്പോവണോ? നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റത്തിന് അത്രയും വലിയൊരു ശിക്ഷ തരണോ എനിക്ക്? കണ്ണൻ അവളെ മുറുക്കി പിടിച്ച കൈകൾ പതിയെ അയച്ചു. എന്നിട്ടും പിടഞ്ഞു മാറാനാവാത്ത പോലെ സീത അവൻ്റെ നെഞ്ചിൽ തളർന്നു തൂങ്ങി. അവൻ്റെ കണ്ണിലേക്ക് നോക്കാനാകുന്നില്ല അവൾക്ക്. അതിൽ തുടിക്കുന്ന പ്രണയം ഇടനെഞ്ചിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത്. സീതാലക്ഷ്മി കൂട്ടിവെച്ച പ്രതിരോധമൊന്നും പോരാതെ വരും അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ. എനിക്കൊരു ഉത്തരം താ സീതാലക്ഷ്മി. എത്ര നാളായിട്ട് കാത്തിരിക്കുന്നതാ ഞാനെന്നറിയോ? വിരൽത്തുമ്പ് കൊണ്ട് അവളുടെ മുഖമുയർത്തി കണ്ണൻ ആർദ്രമായി പറഞ്ഞു.